അപ്പോൾ ഗൈസ് എന്നതാ ഇന്നലത്തെ കൈനപ്പാട്ടി നിങ്ങൾ കൈനപ്പാട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും എന്നെ ആട്ടോ ഗോസ്റ്റ് കൊന്ന് പിന്നെ എന്നതാ വീണ്ടും ജയിലിൽ കൊണ്ടുവന്നിട്ട് പക്ഷേ ഇപ്രാവശ്യം കൂട്ടുകാരന്മാരൊന്നും അല്ലതോ അവിടെ പോലീസ് നിൽക്കുന്നുണ്ടോ പോലീസ് നോക്കുന്നു. ഈ പോലീസ് സിറ്റിയിൽ കിടക്കുന്ന എല്ലാ CCTV ക്യാമറകൾ ചെക്ക് ചെയ്യുമായിരുന്നു രാത്രി. ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ പോലീസ് ഈ ആട്ടോഗോസിൻ്റെ പുറകെ വരുന്നത് കണ്ട്. അപ്പോഴാണ് ഈ പോലീസ് ഒരു സന്യാസിയുടെ അടുത്ത് പോയത്. സന്യാസിയുടെ നമ്പർ എൻ്റെ ഉണ്ട്, ആ കണ്ട അഭിഷേക്. ആ സന്യാസിയുടെ പോയപ്പോഴത്തേക്കാണ് ഈ പോലീസ് അറിയുന്നത് ഞാൻ പ്രേതലോകത്ത് ഇരിക്കുകയാണെന്ന്. അപ്പോൾ ഈ സന്യാസി എന്താ ചെയ്തതെന്ന് വെച്ചാൽ പ്രേതലോകം ഈ റിയൽ വേൾഡായിട്ട് കണക്ട് ചെയ്ത്. അങ്ങനെ ഞാനും പ്രേതവും ഇപ്പോൾ റിയൽ വേൾഡിൽ വന്ന് കണ്ട. അപ്പോൾ ഈ പോലീസ് എനിക്ക് ഇറങ്ങാൻ വേണ്ടി ഇവിടെ ഒരു ബൈക്ക് വെച്ചിട്ടുണ്ട്. ബൈക്കിൻ്റെ ചിഹ്നം നേരത്തെ തന്നെ കാണുന്നുണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കാണുന്നുണ്ടായിരുന്നോ? നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് പോലീസുകാരൻ്റെ അടുത്ത് വരാം. മോനെ ഇവിടെ ബൈക്ക് എറിച്ചേ. എടാ നീ എന്താടാ കാണിക്കുന്നത്? എടാ നീ മിണ്ടായിരി, പെട്ടെന്ന് എനിക്ക് എൻ്റെ വെപ്പൺസ്. എടാ അടങ്ങടാ, നീ ചാവാതെ നീക്ക് തരാം ഇന്ന ഷോട്ട് ഗണ്ണ്. ഷോട്ട് ഗണ്ണ് കിട്ടി. ബാക്കിയുള്ളതൊന്നും എടുക്കാൻ പറ്റുന്നില്ലല്ലേ? എന്നില്ലടാ തരാടാ ഇന്ന പിടി. കിട്ടി എൻ്റെ പൊന്നെ RGB. എടാ ആരെങ്കിലും പുറത്ത് പോയി വീട്ടിൽ നീ എന്താ കാണിക്കണേ? പൊട്ടാ ഗൈസ്, എൻ്റെ കൂടെ എൻ്റെ അനിയനും കൂടെ ഉണ്ട് കേട്ടാ. അവൻ ഈ പോലീസുകാരനെ നമ്മൾ പ്രാങ്ക് ചെയ്യുന്ന കണ്ടു കിടന്ന് ചിരിക്കുന്നു. ഓക്കെ ഹൈവാ എടാ പ്രാന്താ, നീ എന്താ കാണിക്കണെന്നാണ്? മിണ്ടായിടാ നീ. ഇയാളെ വലിയ വാന്ന് തുറക്കണ്ട കേട്ടാ. മിണ്ടായിരുന്നു അത് ഞാൻ ഇയാൾ കണ്ടോണ്ടിരിക്കാം. എടാ അടങ്ങിയിട്ടാ പ്ലീഷടാ. പ്ലീസ് നമുക്കറിയാം. നമ്മളിതാ ഇങ്ങനെ പൊട്ടിക്കും. കണ്ടടാ അവനെ കണ്ട് പടി നീ. പോടാ. എടാ ഫ്രാങ്കിലിനെ ഞാൻ നിനക്ക് ഒരു വേറെ പവർ തരാം, പക്ഷെ അത് നീ മിസ്യൂസ് ചെയ്യരുത് കേട്ടാ. എൻ്റെ മോനെ എന്താടാ നീ എനിക്ക് തന്നേന്ന് പറയടാ. എടാ സൂപ്പർ ജമ്പറ ഒന്ന് ചാടി. എൻ്റെ മോനെ ചത്തോ. ഇവിടെ ചത്തില്ല. എടാ കണ്ടടാ സൂപ്പർ പവർ കിട്ടി. നീ ഇപ്പം സൂപ്പർമാൻ. എടാ സൂപ്പർമാൻ ആവാൻ സൂപ്പർ പവർ ഒന്നും പോരാ. സൂപ്പർമാൻ ആവണമെങ്കിൽ സൂപ്പർ ആവണം. കണ്ട പൊട്ടാ. പിന്നെ നിനക്ക് വേണ്ടി ഞാൻ അകത്തെ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, പോയി ഡ്രസ്സ് ഇട്ടിട്ട് പോ. അപ്പോൾ ഓക്കെ, ഞാൻ പോയി ഡ്രസ്സ് ഇട്ടിട്ട് വരാം. ഓക്കെ, ഡ്രസ്സൊക്കെ ഇട്ട് നമ്മളിത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ മോന് വേണ്ടി വെച്ചിരുന്ന വിക്ക് മാറ്റാ. അപ്പോൾ ഓടാ എനിക്ക് വേണം. പിന്നെ എൻ്റെ മോന് നിന്നെപ്പോലെ മുട്ടത്തലയാടാ. അപ്പോൾ ഓടാ നിൻ്റെ മോന് മുട്ടത്തലയാണെങ്കിൽ ഞാൻ എന്താണ്? എടാ വിക്ക് തന്നിട്ട് പോടാ ദ്രോഹി. പോടാ നീ. അയ്യോ, സന്യാസിയുടെ അടുത്തൊക്കെ പോകണു. പക്ഷെ സന്യാസി ഇവിടെയാ. സന്യാസിയുടെ അടുത്ത് പോകാനായിരുന്നു ഞാൻ ഇറങ്ങിയത്. പക്ഷെ സന്യാസി എവിടെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. മോനെ ഡാ എനിക്കിനി എന്താ വേണം? എൻ്റെ സ്റ്റേഷൻ അടിച്ച് പൊട്ടിക്കോടാ നീ. പല എന്താ വേണം? സന്യാസി എവിടാ? ജുറാസിക് പാർക്കിൽ പോയി നോക്കറാ പൊട്ടനൊന്നും വിളിക്കണ്ട കേട്ടോ. ഇയാൾ പൊട്ടനൊന്നും വിളിക്കണ്ട. എടാ വിഗ് എന്നിട്ട് പോടാ. പോടാന്ന് എന്താ? എനിക്കെന്താ എന്നെ പോടാന്നൊക്കെ വിളിക്കുന്നോ? പോടാ. എടാ നീ എൻ്റെ സ്റ്റേഷനിൽ നിന്ന് എന്താ കാണിക്കണേന്ന്? സ്റ്റണ്ട് കണ്ടിട്ടില്ലേ? പോ ഞാൻ പോണ്. കിടന്ന് ചാവാതെ നീ. പോ. എൻ്റെ ഒന്നെ കലിപ്പ് ഇറങ്ങാൻ. ജുറാസിക് പാർക്കിൽ പോണം. പോയേ പറ്റൂ. മാറി അവൻ്റെ കൂടെ പോവാം. മോനെ വരുന്ന പോരാ കൊച്ചിറങ്ങാ മാറി. യവനെയൊക്കെ ഇടിച്ചിട്ട് തന്നെ. ഇന്ന് വേറെ കാര്യം, കൊച്ചിറങ്ങാൻ എനിക്ക് എന്ത്? കൊച്ചിറങ്ങാൻ ഇടിക്കുന്ന വാടാ
എൻ്റെ അമ്മ. അവൻ എൻ്റെ അടുത്ത് ഇടിയാൻ വന്നിരിക്കുന്നു. കൊന്നില്ലേ? അതെ, ആ നമ്മൾക്ക് അവൻ്റെ പോയി ചോദിക്കാം. ഫൈറ്റർ മാസ്റ്റർ മോനെ നീ എൻ്റെ കൂടെ വരുന്ന? എടോ എൻ്റെ അമ്മ, എടാ എൻ്റെ പൊന്നു, എടാ ഇത് വീണ്ടും ആട്ടോ ഗോസ്റ്റ്. എനിക്ക് വയ്യ. എടാ 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 നീ എൻ്റെ അടുത്ത് ചുമ്മാ എന്നെ എടാ എടാന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. എടാ പിന്നെ നീ എന്നെ എടാ എടാന്നല്ലേ വിളിച്ചോണ്ടിരിക്കുന്ന? എടാ ഞാൻ നിന്റെ ജീവൻ രക്ഷിച്ച് ഉള്ള മിലിറ്ററി എല്ലാവരെയും വന്ന് കൊണ്ടുവന്ന് നിന്നെ ഉള്ള ആശുപത്രിയിലെല്ലാം കയറ്റി നിന്നെ മൊത്തത്തിൽ റെഡിയാക്കി എടുത്തപ്പോഴത്തേക്കും എനിക്ക് ഇത്ര കൊമ്പാ. ആ ആട്ടോകോസ് നിന്നെ കൊണ്ടുപോകാൻ ഞാൻ നിന്നെ പിടിച്ച് മാറ്റി എന്നിട്ട് നിനക്ക് എന്താണ് എത്ര കൊമ്പ്? എനിക്ക് കരച്ചിൽ വരുന്നു. എന്താ പറഞ്ഞത്? എനിക്ക് കരച്ചില്ല. ഏ ഈ ഈ ഈ എന്ത് എന്ത് എന്തിന് മോന്ത പറ്റുന്നു? നില്ലി നില്ല് നില്ലി നില്ലി നില്ലി. ദേ 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 ഈ ചിരിച്ചോണ്ടിരിക്കുന്ന നീ, ഈ ഇവനെ 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 ഈ ചിരിച്ചോണ്ടിരിക്കുന്ന നീ കരയുന്നു. എടാ എൻ്റെ അഭിനയം ഫ്ലോപ്പായില്ലേ? എന്താ പറഞ്ഞ? അല്ല ഒന്നുമില്ല. എടാ വിക്കിങ് നീ എന്താ കേട്ട്? കേട്ട്. എടാ അഭിനയം ചകർന്ന. എടാ ഇത്രയും നേരം അഭിനയിക്കുന്നടാ. ശരി അവൻ്റെ അനിയൻ പൊക്കിയല്ലേ. എടാ വിക്കിങ് ആടെ അവ അഭിനയിച്ചിട്ട് നൈസിന് വിഗ് വാങ്ങാൻ നിൽക്കുന്നു. മാറ്, ഞാൻ വണ്ടി എടുത്തോണ്ട് പോട്ട്. എടാ ഫ്രാങ്ക്ലിനെ ഒന്നതാടാ വിഗ്. പോടാ കൊച്ചിയറക്ക. കൊച്ചുപേരൊക്കെ പറ്റിക്കുന്നില്ലേ? എൻ്റെ അമ്മോ. ഓക്കെ, നമുക്ക് ആട്ടോ ഗോസിനെ കൊല്ലാൻ വേണ്ടി നല്ല രീതിയൊക്കെ വാങ്ങാൻ വേണ്ടി നമുക്ക് നേരെ നമ്മളെ സന്യാസിയുടെ അടുത്ത് പോകാം. സന്യാസിയുടെ അടുത്ത് പോകുന്നതിന് മുമ്പ് നമ്മൾ പടമായി. കോബ്ര ബൈക്ക് എടു. കോബ്ര ബൈക്ക് എടുത്തോണ്ട് പോ 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 പോ. കോബ്ര ഓക്കെ, ബൈക്ക് എടുത്തോണ്ട് പറക്കുന്ന പറപ്പ് നോക്കണേ. വള 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 വള. ഇല്ലേ? ഓക്കെ നമുക്ക് പെട്ടെന്ന് പോവാം. ഇവിടെ ഇല്ല. ഇവിടെ ഞാൻ ഈ മരത്തിൻ്റെ മണ്ട കയറിയിട്ട് ഇവിടെ എവിടെ അവനെ കാണുന്നില്ല. അവൻ ഇവിടെ തന്നെ ഉണ്ട്. അതോ കള്ളം പോലീസ് തന്നെ പറ്റിച്ച് കാണാ? നോക്കട്ടെ, ഞാൻ കുറച്ചും കൂടി പോകാം നോക്കാം. ഇവിടെ ദൂഹിക്കുന്നു, പോയി ചോദിക്കട്ടെ ഞാൻ അവൻ്റെ. ഓക്കെ, ഞാൻ അവൻ്റെ ചോദിച്ചപ്പോൾ അവൻ എൻ്റെ പറഞ്ഞ് തെങ്ങി കയറി ഏതെങ്കിലും തേങ്ങ കയറി പറിക്കാൻ. ഏതെങ്കിലും അല്ല, കുറേ തേങ്ങ വേണം പോലീസിന് കൊണ്ടേ കൊടുക്കാനെന്ന്. അപ്പോൾ പോലീസ് മാസ്റ്റർ പ്ലാൻ പറഞ്ഞു തരുമെന്ന്. എടാ ഈ പോലീസിന് എൻ്റെ നേരത്തെ തന്നെ മാസ്റ്റർ പ്ലാൻ പറഞ്ഞുകൂടായിരുന്ന? എന്തൊരു കഷ്ടമെന്ന് നോക്കണേ. ആറ് തെങ്ങി കയറട്ട്. ഓടോടോടോടോടോടോടോടോ. ഈ തെങ്ങി കയറി ഞാൻ തേങ്ങ പറിക്കട്ടെ. കയറി തെങ്ങിൽ. എത്ര വലിയ തെങ്ങറാ. എടാ തെങ്ങി തേങ്ങ ഇല്ല. അപ്പുറത്തെ തെങ്ങി നോക്കാം നമ്മൾ. ഇടാ ഞാൻ മാനത്തോടെ ഓടുന്നു. മാനത്തോടുന്നേ ഞാൻ. ഓക്കെ, കയറ് ഒച്ചാണ്ടി. എടാ ഇതിൻ്റെ അകത്തും ഇല്ലടാ. ഷെടാ. വേറെ എന്തെങ്കിലും കുറേ തെങ്ങി പോയി തപ്പിയിട്ട് കാണാം നമുക്ക്. ഓക്കെ, അപ്പോൾ എനിക്ക് തേങ്ങ കുറേ കിട്ടി. ഞാൻ അതെടുത്തോണ്ട് ഓടുന്നു. ഓടയല്ല, വണ്ടി എടുത്തോണ്ട് പോകുന്നു. റോങ് വേ. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി പോവാം. എൻ്റെ മോനോ. അല്ലേ പോലീസുകാരൻ എന്തോത്തിന് തേങ്ങയൊക്കെ ആയിട്ട് എന്താന്ന്? വണ്ടി എടുത്ത് തിരി. കറി ഇടിക്കരുത്. മോനെ നീ വരുന്നെങ്കിൽ വരുന്നെന്ന് പറ.
എടാ നിന്നോടല്ലടാ ഞാൻ പറഞ്ഞത് ഞാൻ വരത്തില്ലെന്ന്. എൻ്റെ പൊന്നി അവനിക്ക് എന്തൊരു തൊണ്ട കൂടിയവൻ. അമ്മനെ പോലീസ് എന്നാ തേങ്ങ. ആടാ നീ തേങ്ങ കൊണ്ട് വന്നാടാ, വാടാ. എടാ നിന്റെ സ്വരത്തിന് എന്താടാ ഒരു വ്യത്യാസം? ഏട്ടാ അത് നീ അറിയണ്ട. എടാ വീണ്ടും വ്യത്യാസം. എടാ സ്റ്റൈല്. മറ്റേ സ്റ്റൈല് നീ മിണ്ടിപ്പോയേക്കരുത്. എടാ നീ വന്ന കാര്യം പറ. എടാ നീ സന്യാസിയുടെ വിളിച്ച് തേങ്ങ ഒഴിച്ചായിരുന്നു. അന്നാ മാസ്റ്റർ പ്ലാൻ പറയാമെന്ന് പറഞ്ഞായിരുന്നോ? ആടാ പറഞ്ഞിടേ. എടാ എനിക്ക് എടാ ഞാൻ നിന്റെ നേരത്തെ പറഞ്ഞ നീ തേങ്ങ കൊണ്ടുവരുമായിരുന്ന. അത് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഏപ്രിൽ ഫൂൾ. എടാ പൊട്ട ഇന്ന് ഏപ്രിൽ ഒന്നൊന്നുമല്ല. ഇറങ്ങി ഈ പൊട്ടൻ പോലീസിനെ കൊണ്ട് ഞാൻ എന്താ വേണം? അല്ല നിനക്കെന്തിനാ തേങ്ങ? അത് നീ അറിയണ്ട. പറയടാ, ചീപ്പറയടാ, ചിപ്പറയടാ. എടാ നീ അറിയണ്ടെന്ന് പറഞ്ഞാണേ. പറയടാ. എടാ അത് പിന്നെ എൻ്റെ പെണ്ണുമ്പിള്ള തേങ്ങ വാങ്ങാൻ പറഞ്ഞടാ. തേങ്ങ? എടാ നിനക്ക് വല്ല കടയിൽ കയറി വാങ്ങിക്കൂടെടാ പൊട്ടാ? എടാ അത് പിന്നെ എടാ ഇന്നലെ എനിക്ക് ശമ്പളം കിട്ടിയടാ. അത് തന്നെ ശമ്പളത്തിൻ്റെ പൈസക്ക് പോയി അങ്ങ് വാങ്ങണം. ചുമ്മാ എന്ത്? എടാ നിന്റെ പെണ്ണുമ്പിള്ള മൊത്തത്തിൽ വാങ്ങി വെച്ചടാ. എടാ ഇങ്ങോട്ട് നോക്കിയേ. നീ ഇങ്ങോട്ട് നോക്കിയേ. എന്താടാ? നിനക്ക് വേറെ പെണ്ണുമ്പിള്ളേ കിട്ടിയില്ലേ? ഇല്ലടാ. എടാ എവിടെ നിന്നാടാ നിനക്ക് ഈ പെണ്ണുമ്പിള്ളേ കിട്ടിയത്? എടാ ഒരാൾ സ്റ്റേഷനിൽ കേസുമായിട്ട് വന്നറാ. അപ്പം ഈ പെണ്ണുമ്പിള്ള വന്ന് ഇപ്പം കല്യാണം കഴിഞ്ഞ്. എടാ അത് നിൻ്റെ നിലക്ക ദിവസമായിരുന്നു കേട്ടോ. തന്നടാ ഞാൻ ഇപ്പരടാ മനുഷ്യനാക്കണത്. എന്തായാലും തേങ്ങ തന്നിട്ട് നീ അങ്ങ് സ്ഥലം കളിയാക്കിയില്ല കേട്ടാ. മാസ്റ്റർ പ്ലാൻ ഞാൻ പറയാനില്ലേ. ഓക്കെടാ നിനക്ക് മനസ്സിലായില്ലേ മാസ്റ്റർ പ്ലാൻ നമ്മളാ? ഓക്കേ മാസ്റ്റർ പ്ലാൻ കിട്ടി. ഓട് വണ്ടിയൊക്കെ വാള തീരി ഓട്ടിക്ക്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. മാസ്റ്റർ പ്ലാനൊക്കെ കിട്ടി, പക്ഷെ അതിന് ആട്ടോ കോസ്റ്റ് വേണമല്ലേ. ഇനി ആട്ടോ കോസ്റ്റ് എവിടെ നിന്ന് വരുമോ എന്തോ. ആട്ടോ കോസ്റ്റിനെ കൊല്ലണം നമുക്ക്. കൊന്ന് അവൻ്റെ രക്തം കുടിക്കണം. രക്തം കുടിച്ച് അവൻ്റെ രക്തം വലിക്കണം. അവൻ്റെ രക്തം വലിച്ച് കുടിക്കണം. അവൻ്റെ മാംസം മൊത്തത്തിൽ പൊരിച്ചെടുക്കണം. ആട്ടോ പേരത്തിന്റെ ചോര ഉണ്ടാ. അയ്യോ ഗൈസ്, അയ്യോ ആട്ടയ്ക്ക് ചോരയില്ല പറഞ്ഞ കണക്ക്. എടാ എൻ്റെ അനിയനെ കൊണ്ട് തന്നെ എനിക്കിത് പറയേണ്ടി വന്നല്ലേ. എടാ ആട്ടോ കോസ്റ്റ് വന്ന് വണ്ടി പറക്ക്. ഫ്രാങ്ക്ലിന് പിന്നെ നീ ആ കാർ ഇടിച്ച് ചാവ്. അപ്പോടാ ഞാൻ കറിയൊന്നും ഇടിച്ച് ആവത്തില്ല. എടാ വണ്ടി വളച്ച് ഈ ഫ്രാങ്ക്ലിനെ എനിക്ക് കൊല്ലണം. എടാ ഞാൻ ചാടി എങ്ങോട്ട്? വണ്ടി ആട്ടോ കോസ്റ്റിൻ്റെ അടുത്ത് എനിക്ക് പോകണം. അവനെ കൊല്ലാം. മാസ്റ്റർ പ്ലാൻ ഇടിക്കണം എനിക്ക്. റോഡ് എൻ്റെ അമ്മേനെ അതെവിടെ കയറി ഇടിച്ചമ്മച്ചേ. എടാ ഞാൻ വീണ്ടും ഇൻവിൻസിബിളായി. ഓക്കെ ഇൻവിൻസിബിളായി പോയി ആട്ടോ ഇടിക്കാം. എവിടെ ആട്ടോ ആയി? അമ്മേ എൻ്റെ അമ്മച്ചേ. എൻ്റെ പ്ലാനിയവൻ വീണ്. നീ എന്താ വിചാരിച്ചിട്ട് ആട്ടോ കോസ്റ്റ് എന്നെ കൊല്ലാൻ പറ്റുമെന്ന് എനിക്ക് അത്രയും എടാ ഈ ഫ്രാങ്ക്ലിൻ എങ്ങനെ വന്നത്? എടാ സന്യാസി അഭിഷേക് ഇരിക്കുമ്പോൾ നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലടാ. ചാവുൻ്റെ അമ്മേ. ചത്ത് ഓട്ടോ കോസ്റ്റ് ചത്ത്. മിസൈൽ എറിയാനല്ലാന്ന് കേട്ടാ നമ്മളെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവനെ സ്റ്റിക്കി ബോംബ് അടിച്ച് കൊല്ലുന്നതായിരുന്നു. അതുകൊണ്ട് നമുക്ക് സ്റ്റിക്കി ബോംബ് ഒരു ലോഡ് അവൻ്റെ മണ്ടക്കിട്ട് കൊടുക്കാം. അവിടെ സ്റ്റിക്കി ബോംബ് പിടിയിടാ. നീ ഉള്ള സ്റ്റിക്കി ബോംബെല്ലാം എടുത്ത് നിൻ്റെ തലയ്ക്കകത്തിട്ടാ. എൻ്റെ അമ്മോ ഇത് കൊള്ളു. ഇത് കൊള്ളു. എല്ലാം വെടി ഉണ്ടോ കൊള്ളു നീ. അയ്യോ ഇവിടെ പോയി. അല്ലേ ഈ വണ്ടിയാ?
എൻ്റെ സ്റ്റിക്കി ബോംബ് അപ്പം ഒരെണ്ണം പൊട്ടി. ആ എവിടെ പോയെങ്കിലും അവിടെ പോയപ്പോൾ ചത്ത് കാണും എന്തായാലും. ഓക്കെ ഗൈസ്, ആട്ടോ കോസ്റ്റ് എവിടെ പോയാലും ചത്തെന്ന് തോന്നുന്നു. കാരണം എന്തേ രാവിലെ ആയി. ആട്ടോ കോസ്റ്റ് ചത്തേ 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 ആട്ടോ കോസ്റ്റ് ചത്തേ. നമുക്ക് ബൈക്ക് എടുത്തുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മളെല്ലാം അറിയിക്കാം അവനെ. അഭിഷേകിനെ കൂടി അറിയിക്കട്ടെ. അവൻ പോലീസ് സ്റ്റേഷനിലോട്ടേക്ക് വണ്ടി ഇട് വണ്ടി വണ്ടി ഇട് വണ്ടി ഇട് വണ്ടി 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 ഇങ്ങോട്ട് തടത്തിങ്ങോട്ട് വരി. എടാ മോനെ പോലീസുകാരെ. എടാ എന്താടാ പറയടാ. എടാ ഒരു സന്തോഷ വാർത്ത ഉണ്ട്. എടാ എന്താടാ സന്തോഷ വാർത്ത? എടാ പറയടാ പെട്ടെന്ന്. എടാ നീ ഫസ്റ്റ് നിൻ്റെ ഈ സ്വരം മാറ്റലൊന്ന് നിർത്തുവോ? പറ്റത്തില്ലെങ്കിൽ കേൾക്കണ്ട. എടാ സോറിടാ ഒന്ന് പറയടാ. എന്നാ പറയാൻ ഞാൻ. എടാ ആട്ടോ കോസ്റ്റ് ഇല്ലേ? എടാ ആട്ടോ കോസ്റ്റിന് എന്താ പറ്റി? എടാ നീ എന്തോ തിന്നാൻ വേണ്ടി സ്വരം മാറ്റിയ? എടാ സോറിടാ. എടാ ആട്ടോ കോസ്റ്റിന് എന്താ പറ്റി പെട്ടെന്ന് പറ. എടാ ആട്ടോ കോസ്റ്റ് ചത്ത്. ആട്ടോ കോസ്റ്റ് ചത്ത്. അല്ല നീ എന്തിനാ സന്തോഷിക്കുന്ന? എടാ എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലം കൂടിയാണ് ആട്ടോ കോസ്റ്റ് ചത്തത്. ഓ അങ്ങനെ. എടാ പിന്നെ ആ സൂപ്പർ ചമ്മിൻ്റെ പവറില്ലേ അങ്ങ് തിരിക്കുക. ദോത്തിനി എടാ ഒന്ന് താടാ. എടാ നീ സ്വരം മാറ്റി സംസാരിക്കുന്നത് എനിക്ക് ഒന്നാതെ ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ കൂടെ സൂപ്പർ ജമ്പ് തിരിച്ചു തരാണ്. അപ്പോട്ടെ ഞാൻ തരത്തില്ല. നീ തരണ്ട, ഞാനങ്ങ് വലിച്ചെടുത്തോണങ്ങടി. എൻ്റെ അമ്മോ എടാ എൻ്റെ സൂപ്പർ ജമ്പ്. എടാ എന്താ ചെയ്യാന്ന്. എടാ പോലീസുകാരെ ഇനി നിൻ്റെ പെണ്ണുമ്പിള്ള വല്ലോ നിൻ്റെ പറഞ്ഞേ ഈ സൂപ്പർ ജമ്പ് തിരിച്ചെടുക്കാൻ. എടാ പെണ്ണുമ്പിള്ള പറഞ്ഞല്ലടാ സന്യാസി പറഞ്ഞാടാ. ടൈം ലിമിറ്റ് തീർന്നടാ നിൻ്റെ. ഇനി വല്ല കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും തിരിച്ചു തരത്തോട്ടാ. ശരി ശരി എന്തെങ്കിലും ആവ്, ഞാൻ പോട്ട്. ശരിടാ ബായിടാ. ബാക്കി ഒന്ന് പോയാലോ? എടാ യവൻ പറയുന്നു പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിൽ പോവാൻ കേട്ടാ. എൻ്റെ അനിയനെ പറയുന്നു പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിൽ പോവാൻ. പക്ഷേ എനിക്കിപ്പം പോവാനേ മൂടില്ല. പോണമെന്നും പറഞ്ഞ് നിർബന്ധം കാണിക്കുന്നു ഗേഷ്. പോണില്ല ഞാൻ ഓക്കെ നമുക്ക് നേരെ പോവാം. ഗേഷ് നമ്മൾ വീട്ടിൽ എത്തി. സമാധാനം എൻ്റെ അമ്മോ. ഓക്കെ ഗൈസ്, അപ്പം ആട്ടോ കോസ്റ്റ് ചത്തതിന് ശേഷം ഒരു മാസമായി. ഇപ്പം ഞാൻ കുളിക്കുകയാണ്. ആരും ബാഗ് ഇട്ടുകൊണ്ട് എന്തിനാണ് കുളിക്കുന്നതെന്ന് ചോദിക്കരുത് കേട്ടോ. കാരണം ഞാൻ ബാഗിട്ട് കുളിക്കുന്നതെന്ന് വെച്ചാൽ ബാഗ് വാട്ടർ പ്രൂഫാണ്. ഇറങ്ങ് ഗൈസ്. നമ്മൾ ആട്ടോ കോസ്റ്റിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇട്ടില്ലായിരുന്നു, എൻ്റെ ഒരു ബുള്ളറ്റ് കാണിച്ചില്ലായിരുന്നു. ആ ബുള്ളറ്റ് ആട്ടോ കോസ്റ്റ് എടുത്തില്ലേ. ഞാൻ ആ ബുള്ളറ്റിൻ്റെ ഓർമ്മയ്ക്കായി വേറൊരു ബുള്ളറ്റ് വാങ്ങി. കറുത്ത ബുള്ളറ്റായിരുന്നു എൻ്റെ ഇരുന്ന. ഞാനൊരു വെള്ള ബുള്ളറ്റ് വാങ്ങി. ആദ്യം തുടങ്ങിയതുപോലെ തന്നെ നമ്മൾ ഡസ്റ്റ് ബിന്നിൽ കയറി ഇതിൽ കയറി ഇങ്ങോട്ട് വന്ന് എൻ്റെ അമ്മ മരടിച്ചീനെ. എൻ്റെ അമ്മ തല കയറി ഓടിപ്പോയിടും എൻ്റെ ബുള്ളറ്റ്. ബുള്ളറ്റ്. എടാ ഒരു മിനിറ്റ്, രാത്രിയായിടാ. അല്ല ഞാൻ എന്തിനാ വണ്ടിയുടെ മണ്ട ഇങ്ങനെ. എടാ ഈ കാറെന്തോത്തിന് എൻ്റെ കൂടെ വരണത്. എടാ ഞാൻ ഫസ്റ്റിലേ മൈൻഡ് കാണിച്ചില്ലടാ. ആട്ടോ കോസ്റ്റ് വന്നപ്പോൾ പോലെ തന്നെടാ. നിനക്കിപ്പോഴാണ് മനുഷ്യനായത്. എടാ ഞാൻ ആട്ടോ ഗോസ്റ്റ് അല്ലടാ. എടാ ഞാനാണ് വെഹിക്കിൾ ഗോസ്റ്റ്. വെഹിക്കിൾ കോസ്റ്റ് ആയിരുന്നു, ആട്ടോ കോസ്റ്റ് ഒന്നുമല്ലേ. എനിക്ക് ഏത് വണ്ടിയിലും വരാം. ഒരു സ്കിറ്റടിക്കുന്നു ഞാൻ. ഇവനെ ഞാൻ ഇടിക്കട്ട്. എൻ്റെ അമ്മേ എന്നെ കൊണ്ട് വയ്യ. നിങ്ങളുടെ പരിപാടിയാണ്. നിങ്ങൾ സീസൺ 2 കമന്റ് ചെയ്യുക. വേറെ പരിപാടിയില്ലേ അവനെ ഞാൻ. എടാ നിക്കറാ നീ.
എൻ്റെ മോനെ എനിക്ക് വയ്യ ഈ ഓട്ടോ കോസ്റ്റ്. അവിടെ അടുത്തതാ വെഹിക്കിൾ കോസ്റ്റ്. ഇത് വെഹിക്കിൾ കോസ്റ്റ് തന്നെ എൻ്റെ മോനെ. എൻ്റെ മോൻ എനിക്ക് വയ്യ, വണ്ടിയിൽ നിന്ന് എടുത്ത് ചാട്. എൻ്റെ അമ്മ യോ 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 അമ്മച്ചിയേ. തല അടിച്ചു വീണില്ലേ? അത് തന്നെ